ഒരു ദിവസം 3 മംഗലം പോവാനുണ്ടായെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കഥ പറയാ, ഞാൻ പറഞ്ഞുതരാം. നമ്മളെ 3 മംഗലത്തിൽപ്പെട്ടത് ആദ്യത്തെ മംഗലം നമ്മളെ കുടുംബത്തിൽപ്പെട്ട മംഗലായിരുന്നു. നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരായി കാനങ്ങാണ്ട് കഴിഞ്ഞ് അങ്ങ് നീലേശ്വരത്തിന്റെ അടുത്തായിരുന്നു ആ മംഗലം. അവിടുത്തെ നിക്കാഹ് അസ്ര കഴിഞ്ഞിട്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വിട്ടത്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡായതുകൊണ്ട് നല്ല സ്പീഡിൽ നമ്മളെ കാറ് പോയി. ഇടയ്ക്കൊക്കെ നല്ല ബ്ലോക്കെല്ലാം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ മംഗലപുരം എത്തി. അവിടുന്ന് കുടിക്കാൻ നമുക്ക് സർവത്തം കായിന്റെ വെള്ളം തന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായി. നിങ്ങളുടെ നാട്ടില് എന്താണ് ഇപ്പൊ അതിനെ പറയാൻ? നമ്മുടെ നാട്ടില് ഫാഷൻ ഫ്രൂട്ടിന് സർവത്തം കായ എന്നാ പറയുന്നത്. പിന്നെ നിക്കാഹിന്റെ ചടങ്ങായിരുന്നു. അങ്ങനെ 2 ഭാഗത്തെ ടീം അങ്ങനെ നല്ല നിലയിൽ കൂടിയിരുന്ന് നല്ല നിലയിൽ അങ്ങനെ നിക്കാഹ് എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ 2 കുടുംബം അങ്ങനെ ഒന്നിക്കുകയാണല്ലോ. അവിടെ നിക്കാഹ് മാത്രമല്ല കേട്ടോ, അവിടുത്തെ പെരകുടിയും അന്ന് തന്നെ ആയിരുന്നു. നിക്കാഹ് കഴിഞ്ഞാല് പിന്നെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ ഫുഡിന്റെ സ്ഥലത്തേക്ക് നല്ല ഫുഡായിരുന്നു അവിടുത്തേത്. ഞങ്ങൾക്ക് കഴിയാത്തോണ്ട് ഞാൻ കുറച്ച്. പിന്നെ കാനങ്ങാട് ഭാഗത്ത് കണ്ടുവരുന്നതായ അലീസയും കഴിച്ച് നമ്മളെ ഫുഡ് അങ്ങനെ നമ്മൾ എന്തായി. പിന്നെ അലിയന്റെ കൂടെ നമ്മൾ പോയത് നമ്മളെ ചങ്ങായിയായ സിദ്ദീഖ് ഉസ്താദിന്റെ മംഗളത്തിൽ. അവിടെ നമ്മൾ എത്തിയത് മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം നല്ല രീതിയിൽ ആ മംഗലപ്പുര അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പാട്ടും സദസ്സൊക്കെ നേരത്തെ നമ്മൾ കഴിച്ചോണ്ട് അവിടുന്ന് ഒരു ജ്യൂസിലായി നമ്മളെ ഫുഡ് നമ്മൾ. പിന്നെ നമ്മൾ പോയത് നമ്മളെ 3ാമത്തെ മംഗലം. അത് നമ്മളെ ചങ്ങായിന്റെ ഫാമിലിന്റെ മംഗലം. ഓനാണ് നമ്മളെ ചങ്ങായി ആഷിർ. ഓന്റെ അടുത്ത ഫാമിലിപ്പെട്ടവരുടെ മംഗലം. ഓനക്കാണ് വിചാരിച്ച് പുതിയാപ്പള ഓനായിരിക്കുമെന്ന്. അങ്ങനെ ഓന് ചമഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. നല്ല സ്വീകരണമായിരുന്നു ആ മംഗലപ്പുരയിൽ നമുക്ക് കിട്ടിയത്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ 3 നമുക്ക് വിളിയുണ്ടായിരുന്നു. അങ്ങനെ നല്ല പൈക്കുന്നുണ്ട് നമ്മൾ ആടുന്ന ഫുഡ്. നമ്മൾ 3 അങ്ങനെ ഇതോടുകൂടി അവസാനം. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യണം കേട്ടോ. ശരിയെന്നാ.